ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ള ചെന്നൈയിലെ ചെന്നൈ റെയിൽവേ മ്യൂസിയത്തിലാണ്. ഇവിടത്തേക്ക് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 30 രൂപയാണ്. അപ്പോൾ 30 രൂപ വെച്ച് റെയിൽവേ മ്യൂസിയത്തിലെ ഒരു ഗാലറിയിലുണ്ട്. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ തൊട്ട് ഏറ്റവും പഴയത് വരെ എല്ലാം ഡിസ്പ്ലേ ആണ്. ഇവിടെ എല്ലാവിധ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊട്ടുള്ള സ്റ്റീം എൻജിൻ, പിന്നെ വിൻറ്റേജ് കോച്ചസ്, ഊട്ടിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് വിൻറ്റേജ് കോച്ചസ്. പിന്നെ ഇന്ത്യയിലിപ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ വന്ദേ ഭാരത് തൊട്ടിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ട്രെയിനുകളുടെ പേര് അവിടെ പ്രദർശിപ്പിച്ചു. അത് അവിടെ വന്ദേ ഭാരതിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ഏതൊക്കെ രാജ്യത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ കോച്ചുകൾ കയറ്റി അയക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ ആ കോച്ച് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് ഞാൻ പുറത്ത് കടന്നപ്പോൾ പിന്നെയുള്ളതെല്ലാം ഓപ്പൺ ഗ്രൗണ്ടിലാണുള്ളത്. ഓപ്പൺ ഗ്രൗണ്ടിൽ പല തരത്തിലുള്ള കോച്ചുകൾ, ആ കോച്ചുകളുടെ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ കോച്ചുകളുടെ രീതികൾ, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, അതും ഒരു കോച്ചിൻ്റെ രീതിയിൽ തന്നെയാണുള്ളത്. അങ്ങനെ പല കോച്ചുകൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പല രീതിയിലുള്ള ബ്രിട്ടീഷുകാരത്തെ പോലത്തെ കോച്ചുകൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള കോച്ചുകളും അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിലെല്ലാം കയറി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബ്രിട്ടീഷുകാരത്തുള്ള കാലത്തുള്ള കോച്ചുകളാണ്. അങ്ങനെ അതിൽ നിന്ന് അവിടെ വേറൊരു അട്രാക്ഷൻ എന്നുള്ളത് ടോയ് ട്രെയിൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ടോയ് ട്രെയിൻസിൽ കയറാൻ പറ്റും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഇത് റീജിയണൽ റെയിൽ മ്യൂസിയം മാർച്ച് 2002 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് റെയിൽവേ ബോർഡിൻ്റെ അണ്ടറിൽ. പക്ഷേ കൊൽക്കട്ടയിലും പൂനെയിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു മൈസൂർ പോയപ്പോൾ മൈസൂരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെന്നൈ മ്യൂസിയം കൂടാതെ പല സ്ഥലങ്ങളിലും ഉണ്ട് റെയിൽ മ്യൂസിയം. അപ്പോൾ ഈ ചെന്നൈയിലുള്ള റെയിൽ മ്യൂസിയം നല്ല രസമാണ്. പിന്നെ ഇവിടെയുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടോയ് ട്രെയിനിൽ കയറാണ്. ടോയ് ട്രെയിനിൽ കയറുമ്പോൾ നമ്മളൊരു വലിയ ട്രെയിനിൽ കയറുന്ന മാതിരി തന്നെ, എന്നാൽ നമുക്കതിൽ വളരെ ആസ്വദിച്ചുകൊണ്ട് ആ ട്രെയിനിൽ മൊത്തം കറങ്ങാൻ പറ്റും. ഈ ഫാക്ടറി ഇരിക്കുന്ന അതായത് ഈ നമ്മുടെ മ്യൂസിയം ഉണ്ടല്ലോ, മ്യൂസിയം ഇരിക്കുന്ന എല്ലായിടവും നമുക്ക് ഈ ട്രെയിനിൽ പോയി കറങ്ങാം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം ഒരു ചെറിയ ഇതുകൊണ്ട്, അതിന് ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. അതിന് ചെറിയൊരു ഇത് കൊടുത്തുകൊണ്ട് നമുക്കതിൽ ഫുള്ള് കറങ്ങി വരാം. എന്നെ കൂടാതെ കുറേ ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ടണൽ എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ടണൽ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഒരു രണ്ട് റൗണ്ടാണെന്ന് തോന്നുന്നു മൊത്തം ഇതിൻ്റെ ഉള്ളിൽ കൂടി കറങ്ങി പോകുന്നത്. അങ്ങനെ ടണലിൻ്റെ ഉള്ളിൽ കൂടി എല്ലാം പോയി അതിന് ശേഷം നമ്മൾ സ്റ്റേഷനിൽ നിർത്തിയതിന് ശേഷം പിന്നെ അവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പുറത്തെല്ലാം ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഞാൻ നടന്നപ്പോൾ അവിടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പഴയ സ്റ്റീം എൻജിൻ്റെ ഒരു ഭാഗം അവിടെ പ്രദർശിപ്പിച്ചു.
ഒരു ഒരു ഭീകമാകാരമായ രൂപമാണ് ആ സ്റ്റീം എഞ്ചിൻ. എനിക്ക് തോന്നുന്നു ഒരു ഒന്നര ആളുടെ ഒരു 10 അടിയോളം 12 അടിയോളം ഹൈറ്റുണ്ട്. അതിനുശേഷം നമ്മുടെ ട്രെയിനിൻ്റെ കറക്റ്റ് ട്രെയിൻ എങ്ങനെ പോകുന്നു, എന്തൊക്കെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തുള്ള എന്തൊക്കെ ടൈപ്പ് എഞ്ചിനുകളുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു എക്സിബിഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലും ഞാൻ കയറി. അതിൻ്റെ ഉള്ളിൽ റിയലായിട്ട് ട്രെയിൻ ഓടുന്നുണ്ട്, പക്ഷേ ഇന്നെന്തോ അത് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അത് ചെറിയ റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചിട്ട് എങ്ങനെയാണ് ട്രെയിൻ സിഗ്നൽ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ട് അവിടെ നമുക്ക് അറിയാം. ആ ചെറിയ കുട്ടികളെല്ലാം പോകുമ്പോൾ കുട്ടികൾക്ക് റെയിൽവേ എന്താണ് ട്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ആവുന്നത് എന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. കുറേ കുട്ടികളുണ്ട്. അതിനുശേഷം പിന്നെയും പുറത്തിറങ്ങി നമ്മുടെ ആ സ്റ്റീം എഞ്ചിൻ്റെ വേറൊരു മോഡൽ സ്റ്റീം എഞ്ചിൻ ഉണ്ട്. മറ്റേ ആദ്യം കണ്ട സ്റ്റീം എഞ്ചിൻ മരത്തിലായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള സ്റ്റീം എഞ്ചിൻ ഉണ്ടായിരുന്നു, കൽക്കരിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് എങ്ങനെയായിരുന്നു പണ്ടത്തെ കൽക്കരി എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. കൽക്കരി ഇടുന്ന സ്ഥലം, കൽക്കരി ഇടുമ്പോൾ അത് കത്തിയിട്ട് സ്റ്റീം ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അടുത്തത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ഭാഗത്ത് കുറേ കോച്ചുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ പല തരത്തിലുള്ള കോച്ചുകൾ, കൂടാതെ പല എൻജിൻ, പല രീതിയിലുള്ള എൻജിൻ. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളോട് ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ലെങ്കിലും പല രീതിയിലുള്ള എൻജിൻ ഇവിടെ ഉണ്ട്. പിന്നെ ക്രെയിൻ ടൈപ്പ് എൻജിൻസ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേ ഹെർക്കുലീസിൻ്റെയൊക്കെ പഴയ മോഡലുള്ള ക്രെയിൻ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളത് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആവുന്നതിന് മുമ്പേ ബ്രിട്ടീഷ് രാജിൻ്റെ കാലത്തുള്ള ഇതാണ് എഞ്ചിനാണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ്റനൻസ് ഒക്കെ അത്ര നന്നായി എന്ന് പറയാൻ പറ്റില്ല. കാരണം പലപ്പോഴും നമ്മുടെ പറയാലോ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന ആ ഒരു അനാസ്ഥ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ എന്തോ അത് അത്ര വൃത്തിയായി തോന്നില്ല. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി. പറയുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു അനുഭവം ഈ റെയിൽവേയിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനിയും കൂടുതലായിട്ട് ഈ ഒരു മ്യൂസിയത്തിൽ കൂടുതൽ നോളേജ് കൊടുക്കാനുള്ള പല അവസരങ്ങളും അവിടെയുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.